അലർജി കാരണം പെർഫ്യൂം ഉപയോഗിക്കാത്തവരാണോ നിങ്ങൾ? അലർജിയുള്ള അധിക ആളുകൾക്കും പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഏത് ടൈപ്പ് അലർജിയാണോ നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള അലർജിയുടെ ബുദ്ധിമുട്ടുകളായ തുമ്മല്, മൂക്കൊലിപ്പ്, അതുപോലെ തന്നെ കണ്ണു ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം നിങ്ങൾ ഉപയോഗിക്കരുത്. അതിന് പകരം ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരുപാട് പെർഫ്യൂംസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ നിങ്ങളുടെ അലർജി പൊടി, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഉള്ളതെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യാം. പക്ഷേ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിലൊക്കെ കൂടുതലായിട്ട് ആൽക്കഹോളിന്റെ കണ്ടന്റും അതുപോലെ തന്നെ ഒരുപാട് വേപ്പറൈസ് ചെയ്ത് പോകുന്ന കെമിക്കൽസ് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ മൂക്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അലർജിയുടെ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നേരം ഈ പെർഫ്യൂം അടിച്ചിട്ട് നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെയർ ചെയ്യണം. ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലത് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുള്ള സെന്റുകൾ ഉപയോഗിക്കാം. അതുപോലെ റോൾ ഓൺ സെന്റുകൾ കുഴപ്പമില്ല. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള സെന്റുകൾ കഴിയുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എസെൻഷ്യൽ ഓയിൽ ആയിട്ടുള്ള ലാവൻഡർ അതുപോലെ യൂക്കാലിപ്റ്റസ് ഒക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി ഈ ഒരു പെർഫ്യൂമിന്റെ എഫക്ട് കിട്ടുന്നതാണ്. ഒരു കാരണവശാലും ഡയറക്റ്റ് സ്കിന്നിൽ പെർഫ്യൂം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഏത് പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിലും അലർജി ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് ആക്കിയിട്ട് അലർജി ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ബോഡി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അലർജിയുള്ള ഏതൊരാൾക്കും പെർഫ്യൂം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.